ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെത്തിയ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ അതിരാവിലെ തന്നെ നന്ദി ഹിൽസ് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇന്നലെ രാത്രി കണ്ട കാഴ്ചയേ അല്ല. എല്ലാ ഷോപ്പുകളും അടഞ്ഞു കിടക്കുകയാണ്. ഇന്നലെ രാത്രി 11-12 മണിയോളം വരെ ഇവിടെ എല്ലാ ഷോപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 5 മണിയാണ് സമയം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഫുൾ വിജനമാണ്. അപ്പോൾ രാത്രിയാണ് ഇവിടെ ഫുള്ള് ലൈവായിട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴി ഒരു ചായ കുടിക്കാനായിട്ട് ഒരു ബേക്കറിയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി മൈനമോളെയും കൂടെ പിക്ക് ചെയ്തു. മൈനമോൾ എൻ്റെ ചേച്ചിയുടെ മോളാണ്. മോൾ അവിടെയാണ് നഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്കും കൂടെ നന്ദി ഹിൽസ് കാണാമല്ലോ എന്ന് കരുതി ഞങ്ങളൊന്ന് പിക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ ടൗണിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ നന്ദി ഹില്ലുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ അടുത്താണ് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് എയർപോർട്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിന് മേളിൽ കൂടെ നമ്മൾ പോകുന്ന വഴിയിൽ ഫ്ലൈറ്റുകളൊക്കെ ധാരാളം പറക്കുന്നത് കാണാറുണ്ട് കേട്ടോ. യാത്രാ വഴികൾ മുഴുവൻ ഫോഗ് മൂടി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിരാവിലെയാണല്ലോ പോകുന്നത്. ഇതുപോലൊരു കാഴ്ച കാണാനാണ് നമ്മൾ ആ നന്ദി ഹിൽസിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എത്രത്തോളം വേഗത്തിൽ എത്തണോ അത്രയും മനോഹരമായ കാഴ്ച അവിടെ കാണാൻ സാധിക്കും. നന്ദി ഹില്ല് കാണുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ബാംഗ്ലൂരിലുള്ള ആളുകളെല്ലാം രാത്രി തന്നെ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ എണീറ്റ് പോവാറുണ്ട് കേട്ടോ. ഈ ബൈക്കേഴ്സിനാണ് ഏറ്റവും നല്ല രീതിയിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുക. അതിരാവിലെയുള്ള കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. പിന്നെ ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന മലയുണ്ടല്ലോ, അതാണ് ഈ നന്ദി ഹില്ല് കേട്ടോ. അതായത് നമ്മൾ സാധാരണ കാണുന്ന മല പോലെയല്ല, അല്പം വീതിയേറിയ ഒരു മലയാണ്, കുത്തനെയുള്ള മലയല്ല കേട്ടോ. 4850 മീറ്റർ അഥവാ 1850 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരെയാണ് ഈ നന്ദി ഹില്ല് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അവിടത്തേക്ക് പോകുന്ന റോഡൊന്നും അത്രയ്ക്ക് കുത്തനെയായിട്ടുള്ള അല്ലെങ്കിൽ ഷാർപ്പായുള്ള കേർവ് ഒന്നും ഇല്ല കേട്ടോ. ഒരു നോർമൽ കേർവിലാണ് പോകുന്നത്. എങ്കിലും മലയെ കയറുന്ന ആ ഒരു പ്രതീതിയൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ വല്ലാതെ ഭയപ്പെടുത്തുന്ന സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ മങ്കീസൊക്കെയാണ് അത്യാവശ്യം കാണാറുള്ളത്. പിന്നെ വല്ല മലയണ്ണാനോ അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഇവിടത്തേക്ക് പോകുന്ന വഴിയിൽ സാധാരണ നല്ല ബ്ലോക്കായിരിക്കും. കാരണം അതിരാവിലെയുള്ള കാഴ്ചയാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ നന്ദി ഹില്ലിൽ എത്തിയിട്ടോ. 5 മണിക്ക് യാത്ര പുറപ്പെട്ടതാണ്. 7 മണിക്ക് എത്തും എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയത് 10 മണിക്കാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഒരുപാട് സമയം അവിടെ പിടിച്ചിട്ടു. കാരണം ഇവിടെ വന്ന ആളുകൾ കുറച്ചായി തിരിച്ചിറങ്ങുമ്പോൾ മാത്രമേ ബാക്കി കുറച്ച് വണ്ടികൾ ഇങ്ങോട്ട് കയറ്റുള്ളൂ കേട്ടോ. അപ്പോഴും ബൈക്കിൽ വരുന്നവർക്കാണ് കുറച്ചുകൂടി സൗകര്യം. അവർ കുറച്ച് ഇടയിൽ കൂടെയൊക്കെ അങ്ങ് കയറി വരും. പിന്നെ അവിടെ ബാരിക്കേഡ് വെച്ചൊക്കെ തടഞ്ഞിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വണ്ടികൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അപ്പോൾ ഇതാണ് കാഴ്ച. ഇപ്പോൾ കാണാൻ വന്ന ആളുകളുടെ കാഴ്ചയാണ് കേട്ടോ. ഇത് അതിരാവിലെ ആണെങ്കിൽ ബൈക്കുകളായിരിക്കും കൂടുതൽ കാണുക കേട്ടോ. ഇപ്പോൾ കുറച്ച് കാറുകളും ബൈക്കുകളും ഉണ്ട്. അപ്പോൾ ഈ നന്ദി ഹില്ലിൽ കാണാൻ വന്ന ആളുകളുടെ ഒരു കാഴ്ചയാണ് ഇത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് കയറി മേളിലെത്തുമ്പോൾ ഒരു കോട്ടവാതിലാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ നന്ദി ഹില്ലിൽ ഒരു കോട്ടയുണ്ട്. അത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. പിന്നെ എല്ലായിടത്തും വാഹനം പാർക്ക് ചെയ്യാനും പിന്നെ നമ്മളെ എൻട്രൻസിനും എല്ലാം ഫീസ് കൊടുക്കണം കേട്ടോ. 100 രൂപ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും നമ്മൾക്കൊക്കെ 20 രൂപ 50 രൂപ അങ്ങനെയൊക്കെ ഓരോരുത്തും കയറുന്നതിന് ഫീസുണ്ട്. അപ്പോൾ ഇതാണ് ടിപ്പു സുൽത്താൻ്റെ നന്ദി ഹില്ല് കേട്ടോ. അപ്പോൾ കാലാകാലങ്ങളായിട്ടായി വന്നതാണ്. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട. ഇത് സമ്മർ റിട്രീറ്റ് പാലസ് എന്നാണ് പറയുക. അദ്ദേഹം വെക്കേഷനിൽ അല്ലെങ്കിൽ ഒക്കേഷണലി ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു പാലസ് ആണ് കേട്ടോ. ഇത് 1791 പണി തുടങ്ങിയത്. അത് അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ടുള്ള ഹൈദരാലിയാണ് പണി തുടങ്ങിയത്. എന്നാൽ അതിനുശേഷം അതിൻ്റെ പണി പൂർത്തിയാക്കിയത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. അപ്പോൾ ഈ ബാംഗ്ലൂരിലെ ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഇടയ്ക്ക് അദ്ദേഹം ഇവിടെ വന്ന് റിഫ്രഷ്മെൻ്റ് ആവുന്ന ഒരു സ്ഥലമാണ്. ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവൻ താഴേക്ക് കാണാവുന്ന രീതിയിൽ, സാധാരണ എല്ലാ രാജാക്കന്മാരും കോട്ടകൾ പണിയുമ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ അല്ലേ പണിയുക. അപ്പോഴല്ലേ അവർക്ക് അവരുടെ രാജ്യം വിസ്തൃതിയും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനൊക്കെ പറ്റും ഇവിടെ ഇരുന്ന്.
അതുപോലെ വല്ല ശത്രുക്കളോ മറ്റോ ഒക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ ഒരു കോട്ട പണിതത് കേട്ടോ. അപ്പോൾ ഇവിടെ അദ്ദേഹം വന്ന് താമസിക്കുന്ന സ്ഥലമായിരുന്നു. ഒരു റെഡിഷ് ആയിട്ടുള്ള കോട്ടയാണ്. കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വലിയ കോട്ടയായിട്ടൊന്നും കരുതാൻ പാടില്ല. ഒരു അത്യാവശ്യം ഉള്ള രീതിയിൽ ഒരു 230 വർഷം പഴക്കമുള്ള കോട്ടയാണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് പണി ചെയ്തതാണ്. അതിനുശേഷം ആരും അതിൽ യാതൊരു മിനുക്ക് പണികളും ചെയ്തിട്ടില്ല കേട്ടോ, അന്നുള്ളതാണ്. അതുപോലെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ തീ കായാനുള്ള നെരിപ്പോടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പ്രിസണേഴ്സിനെ അല്ലെങ്കിൽ അദ്ദേഹം പിടിച്ചടക്കുന്ന ആളുകളെയൊക്കെ ഇവിടെ നിന്ന് വധിക്കുമെന്നോ താഴേക്ക് ഇടാറുണ്ട്. അങ്ങനെയൊക്കെ പലരും പല അഭ്യൂഹങ്ങളും പറയുന്നുണ്ട്. അതൊന്നും സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാ കാലത്തും രാജാക്കന്മാർ അവരെ പ്രതിരോധിക്കുന്ന ആളുകളെ ശിക്ഷിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രീതിയായിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതി. അതേത് രാജാവാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതിൽ നല്ലതും ചീത്തയും പറയാൻ പല ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ രീതി. 1791 പണിതതാണ്. പിന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കിയതായിരുന്നു ഇദ്ദേഹം. അച്ഛനായിരുന്നു അത് പണി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു ചോള രാജാക്കന്മാരുടെ കാലത്തും ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. അതിന് കാലാകാലങ്ങളായിട്ട് രാജാക്കന്മാർ മാറി വരുമ്പോൾ ഈ പ്രോപ്പർട്ടികളെല്ലാം മറ്റൊരു രാജാവിന് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ ആളുകൾക്കോ എത്തിപ്പെടുമല്ലോ. അങ്ങനെയാണ് ടിപ്പു സുൽത്താന്റെ കയ്യിലും ഇത് എത്തിപ്പെട്ടത് കേട്ടോ. ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മലയാണ് കേട്ടോ. നമുക്കിതൊരു മലയാണെന്നേ തോന്നില്ല അതിൽ നടക്കുമ്പം. ഒരു പാർക്കിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തും വ്യൂ പോയിന്റുകളെല്ലാം വെച്ചിട്ടുണ്ട്. അതൊരു കോട്ട പണിയുന്ന രീതിയിൽ അവരെല്ലാ ഭാഗത്തും നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വ്യൂ പോയിന്റുകൾ വെക്കുമല്ലോ. മിലിറ്ററിക്കാരൊക്കെ നിന്നിട്ട്, അതുപോലെ അവരുടെ പാറാവുകാരൊക്കെ നിന്നിട്ട് അതുപോലുള്ള വ്യൂ പോയിന്റുകളുണ്ട് എല്ലാ ഭാഗത്തും. നമുക്കതുപോലെ താഴെ ബാംഗ്ലൂരിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം കാണാൻ സാധിക്കും, കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. 3000 മുതൽ 4300 രൂപ വരെയൊക്കെയാണ് ചാർജ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വാഗമണിലൊക്കെ പോയി ഇത് ചെയ്തതുള്ളതുകൊണ്ട് പിന്നെ അതിനൊന്നും പോയില്ല കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ കാഴ്ച കാണാനേ അല്ല വന്നത്. ഇവിടെ ശരിക്കും മഞ്ഞുമൂടി കിടക്കുന്ന ഈ താഴ്വാരങ്ങൾ കാണാനായിരുന്നു വന്നത്. നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. സാധാരണ നന്ദി ഹിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാർമേഘം എങ്ങനെ കാണുന്നു അതുപോലെ കാണുന്ന ഒരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ സാധാരണ ഉണ്ടാവുക. അത് പക്ഷേ സീസണിലാണ്, ഓരോ സീസൺ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ 10 മണി ആയിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതുപോലുള്ള വലിയ കൂടാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അല്പം ഹൈറ്റിൽ. അപ്പം നമുക്ക് അവിടെ ഇരുന്നിട്ടും നമ്മുടെ ഈ സീനറികളൊക്കെ കാണാൻ കഴിയും കേട്ടോ. താഴെ തടാകങ്ങളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. ഇവിടെ നിന്ന് സാധാരണ മലകളിൽ നല്ല പുഴകളൊക്കെ ഉത്ഭവിക്കാറ്. ഇവിടെ നിന്നും 3-4 പുഴകൾ ഉത്ഭവിക്കുന്നുണ്ട് കേട്ടോ. അർക്കാവതി, പാലാർ, പൊന്നയ്യാർ, പെന്ന പോലുള്ള നദികളൊക്കെ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇത് പലതും ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നതുണ്ട്. അതുപോലെ കാവേരി നദിയിൽ ചേരുന്നതുണ്ട്, തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള നദികൾ ഇവിടെ നിന്ന് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മേളിലുള്ള വ്യൂ പോയിന്റിലിരുന്ന് കുറച്ച് സമയം കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് മേളിലൂടെ നടന്ന് കാണാവുന്ന രീതിയിലുള്ള ഒരു ഫുട് പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ പോയി നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വീഡിയോസും റീലും ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ഏരിയകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ഇവിടെ വന്ന് റീലുകൾ എടുക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഇത് മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ. അത് മലയുടെ വേറൊരു ഭാഗമാണ്. ഇവിടെയാണ് ഏറ്റവും ഫേമസ് ആയ നല്ലൊരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ വേറെ സൈഡിൽ കണ്ട മലനിരകളുടെ താഴ്ഭാഗത്തുള്ള കൃഷിസ്ഥലങ്ങളും തടാകങ്ങളും കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അങ്ങനെ ഒരു വ്യൂ പോയിന്റാണ് ഇത്. ഇവിടെ പൊതുവെ നല്ല തിരക്കുള്ള ഏരിയയാണ് ഈ ഭാഗം കേട്ടോ. അപ്പോൾ താഴേക്ക് കാണുമ്പോൾ നമ്മൾ അപ്പുറേ കണ്ടതുപോലെ അതേ സീനുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളും കൃഷിസ്ഥലങ്ങളും തടാകങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ 12ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ടെമ്പിളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. യോഗി നന്ദീശ്വര ടെമ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കയറി. അപ്പോൾ ചെരുപ്പൊന്നും ഇടാതെയാണ് നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റുക.
കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു എന്താണ് ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടവഴികളാണെങ്കിലും മേൽക്കൂരയാണെങ്കിലും എല്ലാം കരിങ്കല്ല് പാളികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിമനോഹരമായ ക്ഷേത്രമാണ്. നമുക്ക് നടക്കുമ്പോൾ കാലിലൊക്കെ നല്ല തണുപ്പ് അനുഭവപ്പെടും. ഹിൽ സ്റ്റേഷനല്ലേ, അതുകൊണ്ട്. പിന്നെ നമ്മളങ്ങനെ ഇനി തിരിച്ചു പോകാൻ ഇറങ്ങുവാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മളിവിടെ ചിലകഴിച്ചു. അപ്പോൾ ഈ നന്ദി ഹിൽസിലെ കാഴ്ച നമുക്ക് എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ചകളും നമ്മൾ ഹൃദയത്തിലേറ്റി നന്ദി ഹിൽസിൽ നിന്ന് വിട പറയുകയാണ് കേട്ടോ.